യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടേ, എടുത്തോണം. കാരണം ഈ വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്കൊന്ന് അറിയണമെങ്കിലേ ഇൻഡെക്സ് അടക്കം വേണമല്ലോ. അതുകൊണ്ടാണ് ഞാനതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും എടുക്കണം. അത് കാര്യങ്ങൾ യഥാവിധി ഒന്ന് മനസ്സിലാക്കി തന്നെ പോകണം. നമ്മൾ എന്തുകൊണ്ടാണിത് പറയുന്നത്, ഏത് ഗ്രന്ഥത്തിലാണുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ചെന്നിട്ടതാ ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇവരെന്താ പറയുന്നത്, നുണയാണെന്ന്. അങ്ങനെയൊന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൊന്നുമില്ല. അവർ വെറുതെ പറഞ്ഞതാണെന്ന് പറയും. പിന്നെ ചില പാഴുകൾ വരും നമ്മളോട് ഇങ്ങനെ തർക്കിക്കാനായിട്ടൊക്കെ. അപ്പോഴേക്ക് നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെയാണുള്ളത്, ഇതാ ഇൻഡെക്സ് അടക്കം എടുത്തു കൊടുക്കണം. തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്കാണെങ്കിൽ അത് മനസ്സിലാകും, അല്ലാത്തവരാണെങ്കിൽ പിന്നെയും തർക്കിക്കും. ഇസ്ലാം ഇതാണ് എന്ന് ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഫ്രീ തിങ്കർ കിട്ടിയില്ലേ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്ന്? കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്ന് എടുക്കാൻ അറിയാത്ത ആളുകൾക്ക് ഒന്ന് എടുത്തു കൊടുക്കണേ. ഞാനിതിൽ നിങ്ങൾക്ക് എടുക്കാൻ പാകത്തിന് അങ്ങനെ കമൻ്റായിട്ട് ഫേസ്ബുക്കിൽ ഇട്ടതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ കമൻ്റായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പിൻ ചെയ്തിട്ടുമുണ്ടേ. ഓക്കെ, ആവശ്യക്കാർ അതിനകത്ത് നിന്ന് എടുത്തോണം. ഇതെല്ലാവരുടെയും കയ്യിൽ വേണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നിവരൊന്നും മനസ്സിലാക്കണം. വെറുതെ അല്ല, ഇതൊന്നും വെറുതെയല്ല. മരണാനന്തരം കിട്ടുമോ ഇല്ലേ എന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത, ആരും അനുഭവിച്ചിട്ടില്ലാത്ത, ആരും പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലാത്ത ഒരു ഇസ്ലാമിനെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത് എന്ന് ജനങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിലേക്ക് പോകുന്ന ആളുകൾ ആദ്യം പഠിപ്പിക്കപ്പെടുന്ന വചനം എന്താണെന്നറിയാമോ? ഇപ്പൊ ഇസ്ലാമിലേക്ക് ചാടി പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് അമുസ്ലിം സ്ത്രീകള്, പെൺകുട്ടികളൊക്കെ തയ്യാറായി നിൽക്കുന്നില്ലേ? അവര് ആദ്യം പഠിപ്പിക്കപ്പെടുന്ന ഖുർആൻ വചനം, ഈ എന്താണ് പെണ്ണിന്റെ പേര്, ചിത്ര എന്ന പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് നസ്രിൻ എന്ന പേര് സ്വീകരിച്ചു. ഒറ്റ മോള. പിതാവിന് ഹൃദയാഘാതം വന്നു. മോളെ, ഹൃദയാഘാതം വന്നു. ആ സമയത്ത് ഈ പെണ്ണ് ഒരു കാരണവശാലും അച്ഛനെ കാണാൻ പോകുന്നില്ല. കാരണം അച്ഛൻ കാഫിറാണെന്ന് നേരത്തെ പഠിപ്പിച്ചു വെച്ചിരിക്കുവാണേ. ഈ ചിത്ര തന്നെ പിന്നീട് വന്ന് വേദനയോടെ ഒരു മുഖ്യധാര ചാനലിൽ വന്നിട്ട് വീഡിയോ ഇട്ട, നമ്മൾ പപ്പയെ വിളിച്ചു നോക്കി എവിടെയാണെന്ന്. അപ്പോൾ വീഡിയോ ഇട്ട് പറഞ്ഞതാണ്. ഈ പെണ്ണിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചിലപ്പോ ഹൃദയാഘാതം വന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അഭിനയിക്കും. എന്നാലും നിങ്ങൾ അതിനകത്തൊന്നും വീഴരുത് കേട്ടോ, ഒന്നും വീഴരുത്. നമ്മൾ ഇസ്ലാം മതവിശ്വാസികളാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. ഈ തന്ത കാഫിറാണ്, നരകത്തിൽ പോകേണ്ടവരാണ്. അവരെ കൂടി പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുവരണം. ഇവളും തീരുമാനിച്ചു അച്ഛൻ കാഫിറാണ്. അച്ഛന്റെ നെഞ്ചത്ത് ചവിട്ടി അഖിലമോളുണ്ട് ഇവിടെ കേട്ടോ, ഹാദിയ. അമ്മ പൊന്നമ്മ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം ആദ്യം പൂച്ചക്കിട്ട് കൊടുത്തിട്ട് കഴിക്കുന്നത് എന്നോട് നേർക്കുനേരെ പറഞ്ഞതാ. അതുവരെ അമ്മയെ അവിശ്വാസം ഉണ്ടായിരുന്നില്ല. അമ്മ മുലയൂട്ടിയപ്പോൾ വിഷം കൊടുത്തിട്ടില്ല. ആ 21 വയസ്സ് വരെ വളർത്തിയിട്ട് കണ്ണേ പൊന്നേന്ന് വളർത്തി. അമ്മ അനുഭവിച്ച വേദനയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. പിന്നീട് അമ്മ കൊടുക്കുന്ന ഭക്ഷണത്തിൽ വരെ ഈ പെൺകുട്ടിക്ക് സംശയം തോന്നുന്നെങ്കിൽ ഒന്നും പറയാനില്ല കേട്ടോ, ഒന്നും പറയാനില്ല. കാഫിറായ മാതാപിതാക്കളെ വെറുക്കാൻ പഠിപ്പിക്കുന്ന മതം. എന്നിട്ടും ഇവളുമാരൊക്കെ അതിലേക്ക് പോയി ചാടുവാണ്. നോക്കൂ, ഞാൻ നിങ്ങൾക്കൊരു വചനം കാണിച്ചു തരാം. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത, മുസ്ലിങ്ങൾ, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായി, എന്നെയും നിങ്ങളെയും പോലെയുള്ള ആളുകളുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല. അതായത് ചെയ്യത്തില്ല എന്ന്. അവർ എതിർപ്പുകാർ അവരുടെ പിതാക്കളോ, കേട്ടോ, ഇസ്ലാമിനെ എതിർക്കുന്നത് വാപ്പയോ അതായത് അച്ഛനോ പാപ്പയോ, പിതാക്കന്മാർ, സഹോദരന്മാർ, ബന്ധുക്കൾ, അതായത് ഉമ്മയായി,
അമ്മ, സഹോദരന്മാര്, അല്ലെങ്കിൽ അച്ഛന്റെ ബന്ധുക്കള്, അമ്മയുടെ ബന്ധുക്കൾ ആരായിരുന്നാൽ പോലും അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവന്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് അവൻ അവർക്ക് പിൻബലം നൽകുകയും ചെയ്തിരിക്കുന്നു, അവരെ എതിർക്കുന്നവർക്ക്. വല്ല മനസ്സിലായോ? അതായത് നമ്മൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം വെറുക്കേണ്ടത് ജന്മം നൽകിയ മാതാപിതാക്കളെയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം. അങ്ങനെ മാതാപിതാക്കളെ വെറുത്താൽ അവരുടെ മനസ്സിൽ അല്ലാഹു ചൈതന്യം അങ്ങോട്ട് ഇട്ടു കൊടുക്കും. തീർന്നില്ല, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ അവരെ പ്രവേശിപ്പിക്കും. അവരതിൽ നിത്യവാസികളായിരിക്കും. അല്ലാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത്തരക്കാർക്കാകുന്നു അവരാണ് അള്ളാഹുവിന്റെ കക്ഷികള്. അറിയുക, തീർച്ചയായും അള്ളാഹുവിന്റെ കക്ഷിയാകുന്നു വിജയം പ്രാപിക്കുന്നവർ. 58-ാം അധ്യായം 22-ാമത്തെ വചനം നോക്കിക്കോ. അതും ഞാൻ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം, നിങ്ങളത് എടുത്തോണം. ഇത് ഞാനിപ്പോൾ തന്നെ ഇടുന്നതിനാണ്. കുറച്ച് കഴിഞ്ഞാൽ ഞാനത് ഇടണം എന്ന് വിചാരിക്കുമെങ്കിലും മറന്നു പോകും. അപ്പോൾ ഇതിവിടെ കിടന്നാലേ ഇനി വരുന്ന ഒരു ജനതയ്ക്ക് അത് മുതൽക്കൂട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു കിതാബ് ഉണ്ടാക്കിയിരിക്കുന്ന 6-ാം നൂറ്റാണ്ടിന്റെ ഒരു ഗോത്ര നേതാവ് ഉണ്ടാക്കിയിട്ട് പോയ ഒരു പുകില് ചില്ലറയ്ക്കാണോ എന്ന് ആലോചിച്ചു നോക്കേ. മനുഷ്യന്മാരെ എങ്ങനെ കുഴപ്പത്തിലാക്കാം, മനുഷ്യൻ എങ്ങനെ ഒരു കാലത്തും സമാധാനമില്ലാതെ പരസ്പരം വെറുത്തും വെറുപ്പിച്ചും കൊന്നും കൊലവിളിച്ചും എങ്ങനെ ജീവിക്കാമെന്ന് ഇവർ പഠിപ്പിക്കുക ഈ ഗ്രന്ഥത്തിലൂടെ. നബി നിങ്ങളിൽ ആരുടെയും പുരുഷന്മാരുടെ പിതാവല്ല, ആൺകുട്ടികളില്ലാന്ന്. 33-ാം അധ്യായത്തിന്റെ 40 രസമുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പൊ തങ്ങൾ കുടുംബം, നബിയുടെ പേരക്കുട്ടി, നബിക്ക് ആൺമക്കളില്ലല്ലോ. നബിയുടെ മകൾ ഫാത്തിമ മാത്രമല്ലേ പ്രസവിച്ചിട്ടുള്ളൂ, അവർക്ക് മാത്രമല്ലേ ഭർത്താവും മക്കളും കുടുംബവും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. അവരെ കെട്ടിയത് അലിയല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാണ് നബിയുടെ പേരക്കുട്ടിയാകുന്നത്? ക്യാൻസർ രോഗത്തിന്റെ ചികിത്സ കേട്ടില്ലേ? ഒരു നബി കുടുംബത്തിന്റെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കേൾപ്പിച്ചു. ഉണ്ടോന്നറിയില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ എടുത്ത് വെക്കണം എന്ന് വിചാരിക്കും, പക്ഷേ പല ശ്രദ്ധയിലാകുമ്പോഴേക്കും അങ്ങ് മറന്നു പോകും. ക്യാൻസർ രോഗികളാണ് ഓടി ഓടി വരുന്നത്. പല ആശുപത്രികളിൽ നിന്നും പറഞ്ഞു വിട്ടിരിക്കുന്ന ക്യാൻസർ രോഗികളൊക്കെ ഇങ്ങനെ ഇല്ല, പേരെപ്പോഴും ഞാൻ അങ്ങോട്ട് മറന്നും പോകും. ആയിരക്കണക്കായ ക്യാൻസർ രോഗികൾ, അയാളുടെ പേരെനിക്ക് കിട്ടിയാൽ കിട്ടും കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം അയാളുടെ പേര് ഓർത്തിരുന്ന് മറന്നും പോയി. എന്ത് തങ്ങളാണ്. ക്യാൻസർ രോഗികൾക്കൊക്കെ ചികിത്സിക്കുന്നതാണ്. അല്ല, എല്ലാ ആശുപത്രികളിൽ നിന്നും വിട്ടിരിക്കുന്ന രോഗികൾക്കൊക്കെ ഇവർ ഭയങ്കര ചികിത്സയാണ് കൊടുക്കുന്നത്. ഇവരുടെ ആത്മീയ മജ്ലിസിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊക്കെ ഭയങ്കര ചികിത്സകളാണെന്നൊക്കെയാണ് പറയുന്നത്. കിട്ടി ഭാഗ്യം. ബഹുമാന്യനായ അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിലെ പേര് കേട്ട പ്രകാശം കൊണ്ട്, അവിടുത്തെ പ്രഭാവം കൊണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സങ്കടം തീർത്ത ആയിരക്കണക്കായ ക്യാൻസർ രോഗികളുടെ രോഗങ്ങൾ അത്ഭുതകരമായി തീർത്ത പ്രിയമുള്ളവരെ, ബായാറ് പോയാൽ, ജാറത്തിങ്കൽ പോയാൽ നിങ്ങൾക്കൊരു കാഴ്ച. നബി കണ്ടിട്ടില്ലാത്ത, നബിക്കറിയാത്ത, ആൺമക്കളില്ലാത്ത നബിയുടെ പരമ്പരയിൽപ്പെട്ട ഉസ്താദ് ക്യാൻസർ രോഗികളുടെ
പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുക. ക്യാൻസർ ഒന്നും ഇല്ലാതെ ചാടി ഊട്ടിയാണ് ഇവർ പോകുന്നത്. ആംബുലൻസിലാണ് വരുന്നത്, പിന്നീട് ആംബുലൻസ് ഓടിക്കുന്നത് അവരാ തിരിച്ചു പോകുമ്പോഴേ. തങ്ങളവர்களை കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പതിനായിരങ്ങളുടെ ഇടയിലേക്ക് 10-35 ആംബുലൻസുകൾ സൈറൻ മുഴക്കി വരുന്നത് കാണാം. അതെവിടെയുള്ള രോഗികളാണെന്നറിയോ? അത്യാസന്ന നിലയിൽ ക്യാൻസറിന്റെ 4th സ്റ്റേജ് കഴിഞ്ഞിട്ട് ക്യാൻസർ ചികിത്സിക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്ന് നിർബന്ധപൂർവ്വം ഡോക്ടർമാരുടെ മുന്നറിയിപ്പിന് അതാ വില കൽപ്പിക്കാതെ എന്റെ തങ്ങൾ പാപ്പാനെ കാണാൻ എനിക്ക് ഡിസ്ചാർജ് തരണമെന്ന് 4th സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ബായാർ സ്വലാത്ത് മജ്ലിസിലേക്ക്, അതുപോലെ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസിലേക്ക് ആംബുലൻസിലെത്തുകയാണ്. വന്നവരാണെങ്കിലോ 4th സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികളാണ്. 2 വൃക്കകളും തകരാറിലായി, ഇനി ജീവിതമില്ല എന്ന് തീരുമാനിച്ചവരാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ബായാർ സ്വലാത്തിൽ പങ്കെടുക്കുന്നവരെ ചിലരെ നിങ്ങൾക്ക് കാണാം, അതുപോലെ ജാറത്തിങ്കൽ സ്വലാത്തിൽ പങ്കെടുക്കുന്നവരെ കാണാം. 2 വൃക്കകളും തകരാറിലായി, ഇനി ജീവിതമില്ല എന്ന് എഴുതി വെച്ചവർ ഇന്നും ബായാർ സ്വലാത്ത് മജ്ലിസിലെത്തുന്നുണ്ട്. അതുപോലെ ക്യാൻസറിന്റെ ഡോക്ടർമാരെല്ലാം കൈവിട്ട് 4th സ്റ്റേജ് കഴിഞ്ഞ ബ്ലഡ് ക്യാൻസർ രോഗികൾ അതാ രോഗം ശമിച്ച് ബായാർ സ്വലാത്തിൽ ഇന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് ബായാർ പോകണം മുഅ്മിനെ. ഈമാൻ എന്തെന്നറിയണമെങ്കിൽ, മഹബത്തിന്റെ അമൃതധാര എങ്ങനെയാണ് പെയ്തിറങ്ങുന്നതെന്ന് അറിയണമെങ്കിൽ ഒന്ന് ജാറത്തിങ്കലേക്ക് നിങ്ങൾ ചെന്ന് നോക്കണം. 10,000 രോഗികൾ ഒഴുകിയെത്തുകയാ, തിരിച്ചു പോകുന്നത് രോഗങ്ങളില്ലാതെയാ. അതുപോലെ പ്രിയമുള്ളവരെ, കുവൈറ്റിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന് എന്ന് വേണ്ട UAE-യിൽ നിന്ന്, UAE-യുടെ വിവിധ എമിറേറ്റ്സുകളിൽ നിന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ബായാർ സ്വലാത്തിന്റെ അന്ന് ബായാറിലേക്ക് വരുന്നു. വീട്ടിലേക്ക് പോകുന്നില്ല, തിരിച്ചു നേരെ ഗൾഫിലേക്ക് പോകുന്നു. സ്വലാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. എന്താല്ലേ ഈ തള്ളി മറിക്കുന്നത് കേട്ടിട്ട് ഇവരങ്ങോട്ട് വിശ്വസിക്കുക. RCC ഒക്കെ എന്ത് മഞ്ചാടി. RCCയിലേക്ക് പൊട്ടന്മാരാണ് ഇവന്മാരാ, മിടുക്കന്മാര്. പണം ഉണ്ടാക്കണുണ്ടാ കണ്ട. ഇതാവുമ്പോ വന്നിരിക്കുന്നു, കുവൈറ്റിൽ നിന്ന് വരുന്നതാണ്, ഫ്ലൈറ്റ് അവിടെ ഇട്ടിട്ടാണ് വരുന്നത് കേട്ടോ. ബായാർ തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഫ്ലൈറ്റ് നിർത്തിയിട്ടേക്കുക. കാറുകൾക്ക് നിർത്തിയിടാൻ വേറെ സ്ഥലമുണ്ട്, ട്രെയിൻ നിർത്തിയിടാൻ വേറെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, ആംബുലൻസ് നിർത്തിയിടാൻ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അതുപോലെ ഫ്ലൈറ്റുകൾ നിർത്തിയിടാനും പാർക്കിംഗ് ഏരിയ ഉണ്ട്. അങ്ങനെ എല്ലാം നിരത്തി നിർത്തിയിട്ടേക്കുക. അങ്ങനെ ഈ ക്യാൻസർ പേഷ്യന്റിനെയൊക്കെ എടുത്തിയാണ് ആളുകൾ കൊണ്ടുവരുന്ന ആംബുലൻസിൽ നിന്ന് വന്നിരിക്കുന്നു. ബായാർ തങ്ങളുടെ സദസ്സിലിരുന്നിട്ട് ഒന്ന് നെഞ്ചിലിടിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, കുറച്ച് കഴിയുമ്പോൾ ആ സട്ട കൂടെ എഴുന്നേക്കുന്നു, ഒരു കുഴപ്പമില്ല, ആഹാ എന്നാ പിന്നെ 5, 6, 10 ലക്ഷം ഇട്ടിട്ട് പോയിക്കോ, ശരി പോയി. ഇത് കേട്ടു വിശ്വസിക്കുന്ന ഒരു ജനതയോട് സഹതാപം പോലും അവർ അർഹിക്കുന്നില്ല. സത്യം അതല്ലേ? ഇവർക്ക് എന്ത് തലച്ചോറുണ്ടായിട്ടാണ് ഇവരിതൊക്കെ വിശ്വസിച്ച് പിന്നാലെ കൂടുന്നത്? എന്താണ് ഇവരോട് ഇനി പറയാനുള്ളത്? നമുക്ക് ഒരു രക്ഷയുമില്ല. കാരണം തലച്ചോറില്ലാത്ത ടീംസ്.